നമ്മുടെ പഠനത്തിൻ്റെ തുടർച്ചയായി ലേഖന പഠനത്തിൻ്റെ തുടർച്ചയായി 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും ഉള്ളതായിരിക്കും. ഞാൻ സംസാരിക്കേണ്ടവരും അതേ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമയം കഷ്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഓരോരോടും ജ്ഞാനത്തോടെ പെരുമാറുകയും ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരവാദിത്തമെന്ന് അറിയേണ്ടത് നിങ്ങളുടെ വാക്ക് എപ്പോഴും ഉപയോഗപ്പെടുകയും ഒപ്പുകാർ വിധിവെക്കുകയും ആയിരിക്കട്ടെ. എന്റെ അവസ്ഥയൊക്കെയും കർത്താവ് പ്രിയ സഹോദരനും വിശ്വസിക്കും കൃത്യമായ തിരിച്ചോ നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയാനും അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവരെ നിങ്ങളെ കൊടുക്കാനായ ഒരേപ്പോൾ എന്ന വിശ്വസ്തനും പ്രിയമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. എന്റെ സഹോദരനായ ക്രൈസ്തവോസും മറ്റുള്ളവരായ മക്കളും അവരെക്കുറിച്ച് നിങ്ങൾ കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവരെ കൈക്കൊള്ളുകയും ക്രിസ്തു എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിശോധനക്കാരെ ഇവ മാത്രം ദൈവരാജ്യത്തെ കൂട്ടുകാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. നിങ്ങൾ കൊടുക്കായി ക്രിസ്തുവിലേക്കുള്ള ദാസനായ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവജീവൻ സമ്മതിക്കുകയും പൂർണ്ണ നിശ്ചിതമായി നയിക്കേണ്ടത് അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ദൗത്യക്കാർക്കും ഏർപ്പെടുത്താത്തവരെ അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളത് ഞാൻ കാട്ടി. വൈദ്യനായ ചെയ്യുമ്പോഴും ദേവനും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ദൗത്യത്തിലെ സഹോദരന്മാർക്കും ും അവർ വീട്ടിലെ സഭയ്ക്കും വന്ദനം നൽകുന്നു. നിങ്ങളുടെ ഈ ലേഖനം വായിച്ചിരുന്നവരും ദൗത്യ സഭയിലൂടെ വായിക്കുകയും ദൗത്യമുള്ളവർ നിങ്ങളും വായിക്കുകയും ചെയ്യുകയും അഗ്നികോട്ടുള്ളവർ വിഭജിക്കാൻ നോക്കുന്നത് എന്ന് പറയുകയും അവരുടേതായ ജനസംഘടനയാണ് എന്റെ ബന്ധത്തെ ഓർത്തുകൊള്ളുകയും നിങ്ങളോടുകൂടെ ഇരിക്കുന്നതാണ്. 3-4 അധ്യായങ്ങളിലായിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്. അത് ആ നിലയിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ചിന്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് 3-ാം അധ്യായത്തിൻ്റെ പ്രാരംഭമാകുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ മനോഭാവവും എന്തായിരിക്കണം, ഉയരത്തിലേക്ക് ചിന്തിക്കും, ഉയരത്തിലേക്ക് അന്വേഷിക്കും ജീവിക്കുക എന്ന്. പിന്നീട് നമ്മുടെ സ്വഭാവത്തോട് ബന്ധപ്പെട്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം. അതുപോലെ നമ്മൾ വിട്ടുകളയേണ്ട ചില സ്വഭാവങ്ങൾ. ആ നിലയിൽ ആ 2ാമത്തെ പാരഗ്രാഫിൽ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്ന ചില കാര്യങ്ങൾ നാം കാണുകയുണ്ടായി. പിന്നീട് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും നാം പരസ്പരം എങ്ങനെയായിരിക്കണം നമ്മുടെ സ്വഭാവമെന്നും നാം അന്യോന്യം ആത്മീയമായി ധൈര്യപ്പെടുത്തുകയും പ്രബോധിപ്പിക്കും ആ നിലയിൽ ദൈവത്തിന് മഹത്വം അർപ്പിച്ചും ജീവിക്കണമെന്നുള്ള ആലോചനകൾ നാം കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് കുടുംബ പശ്ചാത്തലത്തിലുള്ള ചില നിർദ്ദേശങ്ങളാണ്. കുടുംബ പശ്ചാത്തലത്തിലുള്ള നിർദ്ദേശങ്ങൾ എഫേസ്യ ലേഖനത്തിലൊക്കെ ഇതിലും കൂടുതൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കൊലോസ്യ ലേഖനത്തിൽ കാര്യമാത്രം പ്രസക്തമായ ചില ആലോചനകൾ ചുരുക്കമായിട്ട് പറഞ്ഞിരിക്കുന്നതും നാം ചിന്തിക്കും. ഇന്ന് നാം വായിച്ച 4-ാം അധ്യായത്തിന്റെ മുഴുവൻ വാക്യങ്ങളും നമ്മൾ നോക്കിയാൽ അതിന്റെ പ്രാരംഭഭാഗത്ത് നമ്മുടെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നീട് 2ാമത്തെ ഭാഗത്ത് നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ, കൂട്ടുകാരെ അതെങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിന്റെ ഒരു മാതൃക പൗലോസിന്റെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുക വഴി പൗലോസ് നമുക്ക് നൽകുക. ആ നിലയിൽ നമ്മുടെ 3-4 അധ്യായങ്ങൾ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള സമസ്ത മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രായോഗിക ആലോചനകൾ
ഇതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോന്നും ആ നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ദൈവത്തോട്, നമ്മുടെ സ്വഭാവത്തിൻ്റെ അന്യോന്യം, കുടുംബത്തിൽ, വാക്കുകൾ, സൗഹൃദം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളോടും ബന്ധപ്പെട്ട് നമ്മുടെ പ്രായോഗിക ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നുണ്ട് ഈ രണ്ടധ്യായങ്ങളിൽ. അതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള ആത്മീയ സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആകയാൽ എന്ന് പറഞ്ഞാണല്ലോ മൂന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ. നമ്മളിവിടെ ആദ്യം വായിച്ച ഭാഗങ്ങളിൽ 2 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ നാവ് വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അതോട് ബന്ധപ്പെട്ട് തരുന്നത് 6-ാമത്തെ വാക്യത്തിലാണ്. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് അടുത്തതാണ് ആ വാക്കുകളുടെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഇതിനു മുൻപ് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ പാരഗ്രാഫ് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം ഉപയോഗിക്കരുതാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളത് ചിന്തിച്ചതാണ്. വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ വിട്ടുകളയണം, ഓഷ്കു പറയരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വായ എന്തിനൊക്കെ ഉപയോഗിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഓഷ്കു പറയാൻ, ദൂഷണം പറയാൻ, പരദൂഷണം പറയാൻ, കള്ളം പറയാൻ, ഈർഷ്യ അത് പറയാൻ, ഇങ്ങനെയുള്ള ഒന്നിനുമല്ല നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ടത്. പിന്നെ എങ്ങനെ വേണം എന്നുള്ളതിന്റെ പോസിറ്റീവ് സൈഡാണ് ഇപ്പോൾ ഇവിടെ ഈ വേദഭാഗം പറയുന്നത്. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. നമുക്കറിയാം വേദപുസ്തകത്തിൽ വാക്കുകളുടെ ഉപയോഗത്തിൽ നാം ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ മറ്റും വേദഭാഗങ്ങളിൽ വളരെ കർശനമായ നിലയിൽ തന്നെ തന്നിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം വായിച്ചാൽ ഈ കാര്യം കുറച്ചുകൂടെ കർശനമായ ഭാഷയിൽ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നാവിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് ഒരു തീയാണെന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരല്പം തീ മതി ഒരു കാട് മുഴുവൻ കത്തിക്കാൻ. അങ്ങനെയാണ് നാവിന്റെ ഉപയോഗത്തെ യാക്കോബ് തന്റെ ലേഖനത്തിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വാക്കു മതി ഒരു കുടുംബത്തെ, അല്ലെങ്കിൽ ഒരു സഭയെ, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ആ വാക്കുകളുടെ ശക്തി. അപ്പൊ അതുകൊണ്ടാണ് വാക്കുകളുടെ ഉപയോഗത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കർശനമായ നിലയിൽ തന്നെ പല വേദഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരും ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം. ശത്രു എന്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ള ദാവീദ് പറയുമ്പോൾ ആ പറയുന്ന ആ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്ന സന്ദർഭം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ്? ശത്രു എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞ് വേദനിപ്പിക്കുകയാണ്, അല്ല ഇങ്ങോട്ട് ഉപദ്രവിക്കുകയാണ്, എന്റെ മുമ്പിലിരിക്കുക, എനിക്ക് തിരിച്ചു പറയാൻ നല്ല സന്ദർഭം കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അവിടെ ദാവീദ് പറയുകയാണ് ശത്രു എന്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക. അപ്പൊ ദാവീദ് പറഞ്ഞ ആ വാക്കുകളൊക്കെ ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് നാമും മുറുകെ പിടിക്കേണ്ടുന്ന ചില ആലോചനകളിലേക്ക് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എഫേസ്യർ ലേഖനത്തിലും വാക്കുകളുടെ ഉപയോഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ അധ്യായം മുഴുവനായിട്ട് നാം ചിന്തിക്കുന്നതുകൊണ്ട് മറ്റ് വേദഭാഗങ്ങൾ എടുത്ത് വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഞാനിത് സൂചിപ്പിച്ച് മുൻപോട്ട് പോവുക മാത്രം. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയത്, ഉപ്പിനാൽ രുചി വരുത്തിയത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് അർത്ഥമാക്കുന്നത്? മറ്റുള്ളവർക്ക് അതുകൊണ്ട് തണുപ്പ് ലഭിക്കണം, മറ്റുള്ളവർക്ക് അതുകൊണ്ട് രുചി ലഭിക്കണം, മറ്റുള്ളവർക്ക് അതുകൊണ്ട് ആശ്വാസം ലഭിക്കണം എന്ന് പറഞ്ഞാൽ മുറിപ്പെടുത്തുന്നതോ വേദനിപ്പിക്കുന്നതോ ആയ വാക്കുകളല്ല, മറിച്ച് കൃപയോടുകൂടിയ വാക്കുകൾ, ഉപ്പിനാൽ രുചി വരുത്തിയത്. ഇനി ഈ വേദഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ പല നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചും സ്തോത്രത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ആശയത്തോട് ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, വാക്കുകളുടെ ഉപയോഗത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ പാരഗ്രാഫിൽ വാക്കുകൾ ഉപയോഗിക്കാവുന്ന 4 മേഖലകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വാക്കുകൾ ഉപയോഗിക്കാവുന്ന
4 മേഖലകൾ. അതിലൊന്നാണ് ഒന്നാമത്തേത് നാം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, പ്രാർത്ഥനയിൽ ഉജ്ജീവിപ്പീൻ. അപ്പൊ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാവുന്ന ഒരു മേഖല ഇവിടുന്ന് നമുക്ക് ഒരുക്കിയെടുക്കാം. അത് പൗലോസ് പറയുക, പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കണം. അപ്പൊ നമ്മുടെ വാക്കുകൾ ഞാൻ ഓർപ്പിച്ചല്ലോ ഇതിനു മുൻപ് എന്തിനൊക്കെ ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശം തന്നിട്ടാണ്. അപ്പൊ ഇപ്പൊ പറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വായ, നിങ്ങളുടെ നാവ് എന്തിനു നിങ്ങൾക്ക് ഉപയോഗിക്കാം? പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കാം. അത് പറയുമ്പോൾ ഒരു വാക്കുകൂടെ ചേർത്ത് പറയുക, പ്രാർത്ഥനയിൽ ഉജ്ജീവിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കണ്ടിന്യൂ ഇൻ പ്രയർ. ആ പ്രാർത്ഥനയിൽ തുടരേണ്ടുന്ന ആവശ്യകതയാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് മറ്റു ചില ഭാഗങ്ങളിലുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കുകയെന്ന്. ഇത് പ്രാർത്ഥനയിൽ ഉജ്ജീവിക്കുക, കണ്ടിന്യൂ ഇൻ പ്രയർ, അല്ല ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക എന്നുള്ള ആശയമല്ല, അത് നമുക്കറിയാം. കാരണം മറ്റു പല കാര്യങ്ങളിൽ നാം ഏർപ്പെടേണ്ടവരാണ്. ആത്മീയ മേഖലയിൽ തന്നെ പല കാര്യങ്ങളിൽ നാം ഏർപ്പെടുന്നവരാണ്. അപ്പം പ്രാർത്ഥനയിൽ തുടരുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രായോഗിക വശം ഞാൻ ഇങ്ങനെ പറയട്ടെ, എപ്പോഴും ആ പ്രാർത്ഥന ബന്ധത്തിൽ തുടരുക. അതിനെപ്പോഴേലും ഒരു സാവകാശം കിട്ടുമ്പോൾ ഒരു മുറിയിൽ കയറി കടകടച്ചിരുന്ന് തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. നമ്മൾ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ദൈവവുമായി ആ ഒരു പ്രാർത്ഥനാ ബന്ധത്തിൽ തുടരണം. അങ്ങനെ തുടരുന്നു എങ്കിൽ പ്രാർത്ഥനയിൽ തുടരുക എന്നുള്ളത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയും. ഉദാഹരണം, വാഹനം ഓടിക്കാൻ കയറുമ്പോൾ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ആ ദൈവവുമായുള്ള ബന്ധത്തിൽ തുടരുക. മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതെല്ലാം ഈ ഒരു ആശയത്തിന്റെ പ്രായോഗിക വശമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. പ്രാർത്ഥനയിൽ ഉജ്ജീവിപ്പീൻ. ഇത് ദൈവസഭയുടെ തുടക്കം മുതൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ചാൽ അവിടെ ശിഷ്യന്മാരെ കൂടിയിരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നീട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ്ത് ദൈവസഭ തുടങ്ങുന്ന ആ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. തുടങ്ങി കഴിഞ്ഞുള്ള അവരുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതിലൊരു വാക്യം മാത്രം 1-14 എന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 1-14. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമല്ല, പിന്നെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കണ്ടിന്യൂറ്റി, തുടർമാനമായി അത് ചെയ്തു പോകുന്നു എന്നവിടെ തന്നെ പറയാം. പിന്നെ അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ വേറെ വായിക്കുന്നുണ്ട്. പല വേദഭാഗങ്ങളും നമ്മളിപ്പോൾ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവസഭയുടെ തുടക്കം മുതൽ തന്നെ സഭയിൽ നാം കാണുന്ന ഒരു പ്രത്യേകതയാണ്, സഭയിലെ വിശ്വാസികളിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-42 വാക്യങ്ങളിൽ അടിസ്ഥാനപരമായ 7 ഉപദേശ സത്യങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടെന്നു. അവരുടെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്ന് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്ക് തുടർമാനമായി ചെയ്തു പോകുന്ന കാര്യങ്ങളായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ വാക്കുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മേഖല നമ്മൾ കാണുന്നു. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വാക്കുകൾ നാളെ നമുക്ക് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തേത്, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എന്താ? സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുകയും. അവിടെ ആ സ്തോത്രത്തോടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 3-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത് പറയുന്നുണ്ട്. സ്തോത്രം, സ്തുതി, ഇതൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്ന് പറഞ്ഞാൽ നമുക്കതിങ്ങനെ പറയാം, ദൈവവുമായി നന്ദി പറയുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിൽ ജാഗരിപ്പീൻ. ഞാനതുകൊണ്ട് രണ്ടുകൂടെ ചേർത്ത് ഇങ്ങനെ പറയട്ടെ, പ്രാർത്ഥന എന്ന കാര്യത്തിൽ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുക. 2, സ്തോത്രം പറയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് നാം കൂടുതൽ സമയം ഉപയോഗിക്കാനായിട്ട് കഴിയട്ടെ. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പൗലോസിന്റെ എഴുതുന്നത് പല പ്രാവശ്യം കാണാം, പ്രാർത്ഥനയും സ്തോത്രവും. ഇത് കൊലോസ്യ ലേഖനത്തിന്റെ പ്രാരംഭ ഭാഗത്ത് വായിച്ചാലും നമുക്ക് കാണാം.
ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾക്കായി നിങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. കൊലോസ്യയിലെ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടു, സുവിശേഷം കേട്ടു, അംഗീകരിച്ചു എന്നറിഞ്ഞപ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഈ വിശ്വാസം നിമിത്തം, തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിങ്ങളിൽ ഉണ്ടെന്നറിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പ്രാർത്ഥനയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് സ്തോത്രം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അപേക്ഷിക്കുക അത്ര വേണ്ടത്. അപ്പൊ അപേക്ഷ പ്രാർത്ഥനയാണ്. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ എന്തുണ്ടായിരിക്കണം? പ്രാർത്ഥനയിൽ സ്തോത്രമുണ്ടായിരിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ നാമം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് കൃപയോട് കൂടിയതും ഉപ്പിനാൽ ലഭ്യ വരുത്തുന്നതുമായ കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പം കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നാമം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തേത് അതിന്റെ അടുത്ത് പറയുകയാണ്, പൗലോസ് തന്റെ കാര്യം പറയുക. അവരോട് തന്റെ കാര്യം അവരോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുക. പറയുമ്പോൾ എന്താ പറയുന്നത്? എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു കഴിയുകയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും. അപ്പൊ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പൗലോസിനോട് കൂടെ സഹബദ്ധന്മാരായ, മുൻപോട്ട് വരുമ്പോൾ അങ്ങനെ സഹബദ്ധൻ എന്നൊക്കെ പറയുന്ന ചിലരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വിശേഷ നിമിത്തം പൗലോസിനോടുകൂടെ പിടിക്കപ്പെട്ട് സഹബദ്ധന്മാരായി അവിടെ കിടക്കുന്ന ചിലരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും, അപ്പൊ പ്രാർത്ഥനയുടെ ആവശ്യകത പറയുക. അപ്പൊ അവിടെ പൗലോസ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് ഒരു വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടിയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ, ജയിലിൽ കിടക്കുന്നയാള് പുറത്തുള്ള സഭയോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഏത് വാതിൽ തുറന്നു കിട്ടാനാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്? പറയാൻ സാധ്യത ഏതാണ്? നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ, മാനുഷികമായിട്ടല്ല, നമ്മൾ ആത്മീയമായ നിലയിൽ ചിന്തിച്ചാൽ പോലും അല്ലേ, നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം ഏതായിരിക്കും പറയുന്നത്? എത്രയും പെട്ടെന്ന് ഈ വാതിലൊന്ന് തുറന്നു കിട്ടാൻ, ഇവിടെ നിന്ന് പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെ പറയാൻ സാധ്യത. പക്ഷെ പൗലോസിനെ സംബന്ധിച്ച് നമുക്കറിയാം, പൗലോസ് അവിടെ കിടക്കുന്നതും നല്ലതിനെന്ന് കണ്ടയാളാണ്. അവിടെ കിടക്കുന്നതും ശുശ്രൂഷിക്കാൻ അനുഗ്രഹമാണെന്ന് കണ്ടയാളാണ്. അവിടെ കിടക്കുന്നതൊന്നും ചില ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്നയാളാണ്. അതിലൊരാളും ഇവിടെ താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ടോ, നീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതും നല്ലതിനെന്ന് കണ്ടയാളാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ കിടക്കുമ്പോൾ വാതിലൊന്നും തുറന്നു കിട്ടാൻ. പക്ഷെ ഏത് വാതിലാണെന്ന് നമ്മൾ പറയുന്നത്? ഏത് വാതിലാണ്? വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി. അവിടെ കിടക്കുമ്പോഴും പൗലോസിന്റെ മനസ്സിന്റെ ചിന്ത മുഴുവൻ എന്താണ്? എങ്ങനെയെങ്കിലും ഇവിടെ കിടന്നു വചനം പറയാനൊരു അവസരം. അത് പറയുമ്പോൾ അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിച്ച്, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം. ആ മർമ്മം എന്താണെന്നൊക്കെ നേരത്തെ നമ്മൾ ചിന്തിച്ചതാണ്. കൊലോസ്യ ലേഖനത്തിൽ, എഫേസ്യ ലേഖനം നേരത്തെ പഠിച്ചപ്പോൾ ആ മർമ്മത്തെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. എന്താ? യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. ദൈവസഭ ആ വൈവിധ്യമൊന്നും ഇല്ലാതെ രൂപം കൊള്ളുന്നു, ഒന്നായിത്തീരുന്നു. അത് ഒരു മർമ്മം. അപ്പം ദൈവസഭ സംബന്ധിച്ച മർമ്മം അവിടെ ഞാൻ ആ വാക്കിൽ നിന്ന് തന്നെ ഇങ്ങനെ പറയട്ടെ, ഇവിടെ കിടന്നുകൊണ്ടും വചനം പറഞ്ഞ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ അവസരം കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പൊ വചനം പറഞ്ഞ് അന്യോന്യം കൂടെ പലരുണ്ട്. ഈ സമയത്ത് രക്ഷിക്കപ്പെട്ട ചിലരുടെ കൂടെ ഉണ്ട്, സഹബദ്ധന്മാരുണ്ട്. അപ്പൊ അവരോടൊപ്പം വചനം പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി നിലനിർത്താൻ വാതിൽ തുറന്നു കിട്ടാൻ നിങ്ങൾ എനിക്ക് വേണ്ടി, ആ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പറയട്ടെ, മൂന്നാമത് നാം ഉപയോഗിക്കാവുന്ന ഒരു മേഖല പൗലോസിന്റെ വാക്കുകളിലൂടെ നമുക്ക് എടുക്കാം. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാം. രണ്ട്, സ്തോത്രത്തിന് ഉപയോഗിക്കാം. മൂന്ന്, വചനം പറയാൻ ഉപയോഗിക്കാം. ഇനി നാലാമത്തേതോ, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുകയും ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നറിയേണ്ടതിന്. അപ്പൊ
അപ്പൊ ഇനി പുറത്തുള്ളവരോട് സംസാരിക്കാനും നാവുകൾ ഉപയോഗിക്കാം. പുറത്തുള്ളവരോടെന്ന് പറയുമ്പോൾ ആരോടാണ്? വിശ്വാസികളോടല്ല, കൂട്ടുവിശ്വാസികളോടല്ല, പുറത്തുള്ളവരോട്. അത് ഞാൻ ഇങ്ങനെ പറയട്ടെ, സുവിശേഷം പറയാന് നിങ്ങളുടെ നാവ് ഉപയോഗിക്കാം. അപ്പൊ 4 മേഖലകൾ ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടു. എന്തിനൊക്കെ ഉപയോഗിക്കാം നാവ്? എന്തിനൊക്കെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാം? പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാം. 2, സ്തോത്രം പറയാൻ, ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ ഉപയോഗിക്കാം. 3, വചനം പറയാൻ ഉപയോഗിക്കാം. 4, സുവിശേഷം പറയാൻ ഉപയോഗിക്കാം. ഈ 5-ാമത്തത് 7 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ അവിടെ ഒരു കാര്യം കാണാം. അവിടെ പൗലോസ് പറയുകയാണ്, ഇവിടെ ജയിലിൽ കിടക്കുമ്പോഴത്തെ എന്റെ അവസ്ഥയൊക്കെ കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹവൃത്തിനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായി ഒനേസിമോസ് വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. അതെന്താണ്? ഇപ്പൊ ഞാൻ 1-2 പേരെയും കൂടെ അങ്ങോട്ട് വിടുക, തിഹിക്കോസിനെയും ഒനേസിമോസിനെയും ഒക്കെ അങ്ങോട്ട് വിടുക. അവർ വന്ന് എന്ത് ചെയ്യും? അവർ വന്ന് എന്റെ ഇവിടുത്തെ അവസ്ഥ നിങ്ങളോട് അറിയിക്കും. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. നമുക്കതിനെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഏത് ശുശ്രൂഷ എന്ന് പറയാം. കൊലോസ്യയിലെ സഭയിലോട്ട് ജയിലിൽ നിന്ന് 1-2 സഹോദരന്മാരെ പൗലോസ് പറഞ്ഞു വിടുക. പറഞ്ഞു വിട്ട് ഒരു കത്തൂടെ കൊടുത്തു വിടുക. ആ കത്ത് കൊടുത്തു വിടുന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ സഹോദരന്മാർ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളല്ലാതെ ഇവിടെ ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, ഞങ്ങളുടെ അവസ്ഥയല്ല, ഈ കാര്യങ്ങളൊക്കെ ഈ സഹോദരന്മാർ അവിടെ വന്ന് നിങ്ങളെ അറിയിക്കും. എങ്ങനെയാണെങ്കിൽ അത് ഏത് ശുശ്രൂഷയായിരിക്കും? സാക്ഷ്യം പറയാം അല്ലേ? ഈ കത്തുമായിട്ട് അങ്ങോട്ട് ചെന്ന സാധാരണ രീതി നമുക്ക് എന്ത് മനസ്സിലാക്കാം? പൗലോസ് കൊടുത്തുവിട്ട കത്ത്, ആ കത്ത് നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ 2 സഹോദരന്മാര് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. അപ്പൊ സഭ ചുമതലപ്പെട്ടവർ തീരുമാനിക്കും, ആ 2 പേർക്ക് ആ കാര്യമൊക്കെ പറയാനൊരു അവസരം. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, സാക്ഷ്യം പറയാൻ അല്ലേ? ദൈവമക്കളുടെ അവസ്ഥയെക്കുറിച്ച്, പൗലോസിന്റെ കാരാഗ്രഹവാസത്തെക്കുറിച്ച്, അവിടുത്തെ കഷ്ടതകളെക്കുറിച്ച്, അവിടെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ വിശദമായിട്ട് അതൊന്നും ഞാനിപ്പോൾ എഴുതുന്നില്ല. പൗലോസ് അതൊന്നും വിശദമായിട്ട് എഴുതിയിട്ടില്ല. പിന്നെ അതൊക്കെ ഇവര് വന്ന് സാക്ഷ്യം പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കും. അപ്പൊ ഈ വേദഭാഗത്ത് വാക്കുകളുടെ ഉപയോഗം എങ്ങനെയായിരിക്കണമെന്നൊരു വാചകം പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ താഴെയുമായി കുറെ വാക്യങ്ങളിലായിട്ട് വാക്കുകൾ യോഗ്യമായിട്ട് ഉപയോഗിക്കാവുന്ന 5 വിധ ശുശ്രൂഷകളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 5 വിധ മേഖലകളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതൊന്നുകൂടെ ഒന്നെടുത്ത് പറയുക. 1, പ്രാർത്ഥനയ്ക്ക്. 2, സ്തോത്രത്തിന്. 3, വചനം പറയാൻ അന്യോന്യം. 4, മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ. 5, സാക്ഷ്യം പറയുക. ഇങ്ങനെ 5 മേഖലകൾ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന മേഖലകളായിട്ടാണ് ഈ വേദഭാഗത്ത് പൗലോസ് ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ 5 കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ, ഈ 5 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനയ്ക്ക്, സ്തോത്രത്തിന്, വചനം പറയാൻ, സുവിശേഷം പറയുവാൻ, ദൈവം നടത്തുന്ന വഴികളെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷി പറയുവാൻ, ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, ഈ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നുവെങ്കിൽ, ഞാനതിന് മറുവശം പറയട്ടെ, വേണ്ടാത്തതൊന്നും പറയാൻ പിന്നെ സമയമില്ല അല്ലേ? വേണ്ടാത്തതൊന്നും പറയാൻ പിന്നെ സമയമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂരടുത്ത് വേങ്ങൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കാം. അപ്പൊ ആ കൺവെൻഷനിൽ നമുക്ക് 2 പ്രസംഗങ്ങളാണ്. ഞാനും ഉണ്ട് അവിടെ, നമ്മുടെ വേറൊരു ദൈവദാസനോടെ ഞങ്ങൾ 2 പേരും ഒരു ദിവസം പ്രസംഗിച്ച് പിറ്റേ ദിവസമുണ്ട്. അപ്പൊ ഈ ദൈവദാസന് ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുള്ള ഒരു ദൈവദാസനാണ്. എന്ന് പറഞ്ഞാൽ പലവിധ രോഗങ്ങൾ വന്നു, സർജറികൾ വന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്റെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോൾ പുറകിലിരുന്ന് ചില ആളുകൾ അതേക്കുറിച്ച് കമന്റ് പറയാം, ചുമ്മാ ശരി പറയാൻ വേണ്ടി പറയുന്നത്, ഇത്രയൊന്നും പ്രശ്നങ്ങളുള്ള ഒരാളാണ്, ഇപ്പൊ ജീവിച്ചിരിക്കത്തില്ല, പുള്ളി വെറുതെ പറയുന്നു എന്നൊക്കെ ചില കമന്റുകൾ പറയും. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സഹോദരന്മാർ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്, അവർക്കിതൊന്നും ഒക്കെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ സഹോദരൻ ഞങ്ങളോട് മറുപടി പറഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം പ്രസംഗിക്കാൻ കയറിയപ്പം പറഞ്ഞു, വാചകമില്ല, എന്റെ പൊന്നു സഹോദരന്മാരെ, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു,
ഇനിയും പറഞ്ഞാലും തീരുകയാണ്. പിന്നെ ഇല്ലാത്തത് പറയാൻ എനിക്ക് എവിടെയാ, ഇല്ലാത്തത് പറയാൻ എനിക്ക് എവിടെയാ സമയം എന്ന് പറഞ്ഞാൽ ഇനിയും പറയാൻ പോയാലും ദൈവം നടത്തിയ വഴികൾ തീരുന്നില്ല എന്ന് പറയാൻ ഉള്ളത് പറയാൻ തന്നെ നേരമില്ല. അപ്പൊ പിന്നെ ഇല്ലാത്തത് പറയേണ്ട ആവശ്യം എനിക്ക് എന്ന് ഈ ഒരു വാചകം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ പറഞ്ഞത് ഉള്ള കാര്യത്തിന് നാം ഉപയോഗിക്കാൻ നാം മുൻഗണന കൊടുക്കുന്നുവെങ്കിൽ ഏത് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 5 വിധ കാര്യങ്ങൾ യോഗ്യമായി നാം വാക്കുകൾ ഉപയോഗിക്കേണ്ട മേഖലകളും ശുശ്രൂഷകളുമാണ്. ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് നാം മുൻഗണന കൊടുക്കുന്നുവെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞതിനൊന്നും നേരമില്ല. ഏതിന് നേരമില്ല? ദൂഷണം പറയാൻ നേരമില്ല, പരദൂഷണം പറയാൻ നേരമില്ല, കുറ്റം പറയാൻ നേരമില്ല, ഓർത്ത് പറയാൻ നേരമില്ല, പരിഹസിക്കാൻ നേരമില്ല, ഈർച്ചയ്ക്ക് നേരമില്ല, നുണ പറയാൻ നേരമില്ല. ഇതിനൊന്നും സമയമില്ല. എന്തുകൊണ്ട്? ഈ യോഗ്യമായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ തന്നെ എനിക്ക് വേണ്ട പോലെ സമയം കിട്ടുന്നില്ല. ഈ പൊതുവെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു, സാധാരണ ഞാൻ വചന ശുശ്രൂഷകളോ എന്റെ പ്രസംഗങ്ങളോ ചെയ്യുന്നിടത്ത് ഉദാഹരണങ്ങൾ കുറവാണ്. ക്ലാസ്സൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും ചില ഒന്നോടെല്ലാം ഒരു പ്രസംഗത്തിൽ പറഞ്ഞാലായി ഇപ്പൊ പറഞ്ഞതുപോലെ ചിലർക്ക് എന്നോട് ചോദിക്കും, ചിലർക്ക് ചെല്ലുമ്പോൾ ഇടയ്ക്കൊക്കെ ചില എല്ലാവർക്കും ഒരു ചിരിക്കാനും ഒരു സന്തോഷമൊക്കെ വരാൻ വേണ്ടി ചില അങ്ങനത്തെ ചില ദൃഷ്ടാന്തങ്ങളും ഒക്കെ ഒന്ന് പറയാൻ. അപ്പൊ ഞാൻ 1-2 പേരോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു മെസ്സേജ് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ആ കൊണ്ടുവരുന്ന മെസ്സേജ് തീർക്കാൻ തന്നെയുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എവിടെയാ ഉദാഹരണങ്ങൾ പറയാൻ എനിക്ക് നേരം? അപ്പൊ ഉള്ള സമയം കൂടെ വചനമെന്ന് പറയാം. ഇതാ എന്റെ മനസ്സിലേക്കില്ല. അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ എന്നെ വല്ല ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞാൽ ദൈവജനത്തിലെ തന്നെ ദൃഷ്ടാന്തങ്ങൾ ആ വിഷയത്തോട് ബന്ധപ്പെട്ടൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് യോഗ്യമായ കാര്യത്തിന് വേണ്ടി നാമങ്ങൾ ഉപയോഗിക്കുവാൻ നാം ഒരു മുൻഗണന കൊടുക്കുന്നുവെങ്കിൽ ലേഖനത്തിന് ഇതിനു മുമ്പ് പറഞ്ഞ ഭാഗത്ത് പറഞ്ഞ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിനുള്ള സമയമേ നമുക്ക് കിട്ടത്തില്ല. ഇനി ഇവിടെ ഈ 5 മേഖലകൾ പറഞ്ഞു. ഈ 5 മേഖലകൾ അതിനെ ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാൽ അതിലെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് 5-ാം വാക്യം. 5-ാം വാക്യത്തില് വചനം പറയുന്ന കാര്യമോ സുവിശേഷം പറയുന്ന കാര്യമോ പൗലോസ് പറയുന്നത്. അതിനുവേണ്ടി വാതിൽ തുറന്നു കിട്ടണം, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പൗലോസ് അവരോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അവിടെ വചനം പറയുന്ന അല്ലെ സുവിശേഷം പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുകയും. ഇത് എഫേസ്യ ലേഖനത്തിൽ അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ വായിച്ചാൽ മതി. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ. അത് തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എഫേസ്യ ലേഖനത്തിൽ അല്പം കൂടെ വിശദമായി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നിടത്ത് ജ്ഞാനത്തോടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ പൗലോസിന്റെ തനതായ ശൈലിയിൽ പറഞ്ഞിരിക്കുകയാണ്. പൗലോസിന്റെ തനതായ ശൈലി എന്താണ്? ജ്ഞാനികളായിട്ട് നടക്കണമെന്ന് പറയുമ്പോൾ അജ്ഞാനികളായിട്ടല്ല എന്നുള്ളൊന്ന് എടുത്തു പറയുന്നു. അത് പൗലോസിന്റെ ഒരു ശൈലിയാണ്. പൗലോസിന്റെ എഴുത്തുകൾ വായിക്കാൻ അല്ലെങ്കിൽ പല വിഷയങ്ങളും അങ്ങനെ പൗലോസ് പറയുന്നത്. അപ്പൊ അജ്ഞാനികളായിട്ടല്ല, പിന്നെങ്ങനെ വേണം? ജ്ഞാനികളായി. പൗലോസ് ലേഖനത്തിൽ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതല്ലേ, ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞു എവിടുത്തെ ചിന്തിക്കരുത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത്. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട്. വീഞ്ഞു കുടിച്ച് മത്തരാകല്ല, പിന്നെ ആത്മാവിൽ മത്തരാകുക, പിന്നെ ആത്മാവിൽ നിറയുക. ആ പ്രയോഗമാണ് പൗലോസിന്റെ ഒരു ശൈലി. അതനേക പ്രാവശ്യം ആ ശൈലി പൗലോസിന്റെ എഴുത്തുകളിൽ നമുക്ക് കാണാം. അപ്പൊ ഇവിടെ നാം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് അടുത്ത് പറയുക, വചനം പറയുകയും സുവിശേഷം പറയുകയും ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുകയും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ അത് പറഞ്ഞിരിക്കുന്നിടത്ത് താഴോട്ട് വരുമ്പോൾ ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നതോട് ബന്ധപ്പെട്ടാണ് ആത്മാവ് നിറഞ്ഞവരായി എന്നുള്ള പദമൊക്കെ അവിടെ കാണുന്നത്. അപ്പം അവിടെ വേണ്ടിയ ഒരു പ്രധാന ഘടകമാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. അത് എഫേസ്യ ലേഖനത്തിലാണ്. അതുകൊണ്ട് ഈ ഭാഗത്തിന്റെ വിശദീകരണത്തിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇങ്ങനെ പറയട്ടെ, സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് പല മേഖലകളിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല മേഖലകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സുവിശേഷം അറിയിക്കാനൊക്കെ വലിയ കുഴപ്പമൊന്നും ഇവിടെ ഇല്ല.
പക്ഷെ നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിലെ സ്ഥിതി തന്നെ, നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സമയം തക്കത്തിൽ ഉപയോഗിക്കുകയും ആ ഒരു പശ്ചാത്തലത്തിൽ ആ വാക്യത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലഭിച്ച അനുകൂല സാഹചര്യം മാക്സിമം പ്രയോജനപ്പെടുത്തുകയും. ഇപ്പം പല നിലകളിൽ ദൈവം നമുക്ക് പല സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുകയും, അത് സുവിശേഷം അറിയിക്കുന്നു, വചനം പറയുന്നു, ദൈവമക്കളെ ധൈര്യപ്പെടുത്തുന്നു, ഏത് മേഖലയും ആയിക്കോട്ടെ അതെല്ലാം കൂടെ ചേർത്ത് അങ്ങനെ മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള സമയം അത് നമുക്ക് വീണ്ടും കിട്ടുന്നതല്ല. ആണോ? കഴിഞ്ഞ പോയത് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞൊരു പകൽ നമ്മളെ വിട്ടുപോയി. ഇനി ഈ കഴിഞ്ഞ പകൽ നമുക്കിനി കിട്ടുമോ? നമുക്കിനി കിട്ടത്തില്ല. ആ കഴിഞ്ഞ പകലിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. നാളെ വേറെ കാര്യം ചെയ്യാൻ നമ്മളെ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇത് വീണ്ടെടുക്കാൻ പറ്റാത്തതാണ് കഴിഞ്ഞു പോയ സമയം എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ദൈവജനത്തിലെ നിർദ്ദേശം, ഒന്ന്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. രണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണം? അത് ജ്ഞാനികളായി തന്നെ ഉപയോഗിക്കണം. ദൈവം നമുക്ക് തന്നിട്ടുള്ള ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിനനുസരിച്ച് ഞാൻ കൃഷിയിലെ ക്യാമ്പിലേക്ക് ഒരു വിഷയം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മെസ്സേജുകളെല്ലാം ആ വിഷയത്തെ അധികരിച്ചാണ് പറഞ്ഞത്. ആ വിഷയം ഇതായിരുന്നു: തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുക. ഇതായിരുന്നു വിഷയം. അപ്പൊ ആ വിഷയം സംബന്ധിച്ചാണ് ഞാൻ മെസ്സേജുകൾ പറഞ്ഞത്. ആ പരിജ്ഞാനം നമുക്ക് തന്നു ദൈവം. നമുക്ക് ആ പരിജ്ഞാനം തന്നെങ്കിൽ നമ്മുടെ ചുമതല ആ പരിജ്ഞാനത്തിനനുസരിച്ച്, ആ ജ്ഞാനത്തിനനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. ദൈവം നമുക്ക് പരിജ്ഞാനം തന്നു. സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സത്യം എന്നത് വെളിപ്പെട്ട 3 മേഖലകൾ. ഒന്ന്, ക്രിസ്തു സത്യമാണ്, വചനം സത്യമാണ്, സുവിശേഷം എന്ന സത്യവചന. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട കാര്യമാണ്. ഈ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നാം എത്തിയെങ്കിൽ ആ ജ്ഞാനത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തന്ന അറിവിനനുസരിച്ച് തന്നെ ജ്ഞാനത്തോടെ പെരുമാറുകയും, സമയം തക്കത്തിൽ ഉപയോഗിക്കുക, ജ്ഞാനത്തോടെ മറ്റുള്ളവരോട് പെരുമാറുക. ഇനി 7 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ശുശ്രൂഷയാണ് നമ്മൾ കണ്ടത്. ആ ശുശ്രൂഷ വാക്കുകൾ ഉപയോഗിക്കാവുന്ന ഒരു മേഖലയാണ്. ആ മേഖല നമ്മൾ കണ്ടത് അന്യോന്യം ധൈര്യപ്പെടുത്തത്തക്ക നിലയിൽ സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. അപ്പൊ അതിന് പൗലോസ് പറയുന്നുണ്ട്, ഞാനിങ്ങനെ 1-2 സഹോദരന്മാരെ അയക്കുന്നുണ്ട്, അവർ വരുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് എന്റെ ഇവിടുത്തെ അവസ്ഥ അറിയിക്കും. അത് പറഞ്ഞ അവസാനത്തേക്ക് ശ്രദ്ധിച്ച് 9-ാം വാക്യം: ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. അപ്പൊ ഇതിനകത്ത് എഴുതിയിട്ടുള്ളതല്ലാതെ ഇവിടുത്തെ അവസ്ഥ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിയുക വഴി നിങ്ങൾക്ക് എന്താ സാധിക്കേണ്ടത്? 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനോടുകൂടെ അയക്കുന്നു. അപ്പൊ ഇവര് വന്നാൽ 2 പേരുടെ പേരവിടെ പറയുന്നുണ്ട്. ഒന്ന് തിരിക്കോ, മറ്റൊന്ന് ഒനേസിമോസ്. ഈ 2 പേരവിടെ വന്നാൽ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? ഒന്ന്, ഇവിടുത്തെ അവസ്ഥയെല്ലാം അറിയിക്കുക. 2, അവരവിടെ വന്ന് ചെയ്യുന്ന മറ്റൊരു ശുശ്രൂഷ എന്താണ്? അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി. അപ്പൊ ഈ 2 പേരെ പൗലോസ് അങ്ങോട്ട് അയക്കുന്നു. അവര് അവിടെ കൊലോസ്യയിലെ സഭയിൽ ചെയ്യുന്ന, അല്ലെ ചെന്ന് ചെയ്യേണ്ട 2 ശുശ്രൂഷകൾ. ഒന്ന്, സാക്ഷ്യം പറയാൻ കിട്ടുന്ന അവസരം എന്തിനൊക്കെ പ്രയോജനപ്പെടുത്തണം? ജയിലിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഇവിടെ പറയണം. ആ പറയുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള മുഖാന്തരമാണ്. പൗലോസ് പോലും ജയിലെന്ന് തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരിലൂടെ കൊലോസ്യ സഭയിൽ ചെന്ന് എന്ത് പറയണമെന്നാണ് പൗലോസും ആഗ്രഹിക്കുന്നത്? ഇവിടെ കർത്താവിന് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇവിടെയും ഞങ്ങൾ നല്ല ആത്മീയ സന്തോഷം അനുഭവിക്കുന്നു, ഇവിടെയും ചില ആത്മാക്കളെ നേടാൻ കഴിയുന്നു, ഇതൊക്കെ ചെന്ന് പറയണം. അത് ഇവിടുത്തെ അവസ്ഥ അറിയിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇവരെ കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്താ? ഇവര് വന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ
ആശ്വസിപ്പിപ്പാനുമായി. ഈ തിഹിക്കോസും ഒനേസിമോസും ഒന്നും വലിയ വലിയ അറിയപ്പെടുന്നയാളോ പ്രസംഗകരോ ഒന്നും അല്ല പൗലോസിനെ പോലെ. സാധാരണ രണ്ട് സഹോദരന്മാര്. പക്ഷെ ഈ രണ്ട് സഹോദരന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ അവരവിടെ ചെന്ന് സാധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക. അഥവാ ഞാനത് ഇങ്ങനെ പറയട്ടെ, സാധാരണ വിശ്വാസികളായ എന്നെയും നിങ്ങളെയും കൊണ്ട് ഒരു സഭയ്ക്ക് സാധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ദൈവം മറ്റുള്ളവരെ എന്നെ ഉപയോഗിക്കുന്ന വിധങ്ങൾ അറിയിക്കുക. രണ്ട്, മറ്റുള്ളവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ എപ്പോഴും ഒരു ആശ്വാസമായിരിക്കുക. അത് വേറെ ചിലരെക്കുറിച്ചൊക്കെ പൗലോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുക എന്നുള്ളതിൽ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നത് തണുപ്പിക്കുന്നത്. ആ വാക്ക് വേറെ ചിലർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ധൈര്യപ്പെടുത്തുന്നവൻ, പ്രോത്സാഹിപ്പിക്കുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ, തണുപ്പിക്കുന്നവൻ, അല്ലെ എൻകറേജ് ചെയ്യുന്നവൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ നേരെ മറുവശമാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ട അല്ലെ മാതാപിതാക്കളോട് പറയുന്നുണ്ട്, മക്കളെ അധൈര്യപ്പെടാതെ അല്ലെ അവരധൈര്യപ്പെടരുത് എന്ന് പറയാം, അവരെ ഡിസ്കറേജ് ചെയ്യരുത്. പിന്നെ എന്ത് വേണമെന്ന് അവർക്ക് എൻകറേജ്മെന്റ് കിട്ടണം, പ്രോത്സാഹനം കിട്ടണം. അപ്പൊ അതെല്ലാം ഈ ഒരു വാക്കിനകത്ത് വരുന്നുണ്ട്. അപ്പം ദീകോസും ഒനേസിമോസും ഒക്കെ അവിടെ ചെന്നാൽ അതുകൊണ്ട് സാധിക്കേണ്ട കാര്യമെന്താ? അവരുടെ ആ സാന്നിധ്യം കൊണ്ട്, അവരാ സമയം ചെയ്യുന്ന സാക്ഷ്യം പറയുന്ന ശുശ്രൂഷ കൊണ്ട് ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ സഭയറിയാനിടയാകും, ദൈവത്തിന് സ്തോത്രം പറയാനിടയാകും. രണ്ട്, ഇവരുടെ സാന്നിധ്യവും ശുശ്രൂഷയും ആ സഭയിലെ വിശ്വാസികളുടെ ഹൃദയത്തിന് ഒരു ആശ്വാസം കിട്ടും. ഇത് നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ദൃഷ്ടാന്തമായി പലരെയും തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹൃദയങ്ങൾക്ക് ആശ്വാസമായി പ്രവർത്തിച്ചവരെ പുതിയ നിയമ സഭയിൽ ലേഖനങ്ങളിൽ കാണാൻ കഴിയും. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു, നമ്മുടെ ശുശ്രൂഷകളാകട്ടെ, നമ്മുടെ സാന്നിധ്യമാകട്ടെ, നമ്മുടെ ഇടപെടലുകളാകട്ടെ, എപ്പോഴും മറ്റ് സഹോദരങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കത്തക്ക വിധത്തിലായിരിക്കണം. അത് സാധിക്കണമെങ്കിൽ അതിനുള്ള നിർദ്ദേശമാണ് 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടിയത്, ഉപ്പിനാൽ രുചി വരുത്തുന്നത്. വാക്കുകളിൽ കൃപയില്ലാതെ പോയാൽ മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുമോ? വാക്കുകളിൽ രുചിയില്ലാതെ പോയാൽ മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുമോ? അവർക്ക് ആശ്വാസമല്ല കിട്ടുന്നത്, അവരുടെ ഹൃദയം നീറുക ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ ഹൃദയങ്ങൾക്ക് എപ്പോഴും ആശ്വാസം കിട്ടണം. അതിന് പറ്റിയ രണ്ടുപേരെ കൂടെ പൗലോസ് പറഞ്ഞയക്കുക. അതാണ് 4 മുതൽ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം 9 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ വാക്കുകൾ ഏത് നിലയിൽ ഉപയോഗിക്കാവുന്ന ചില മേഖലകൾ, അതുകൊണ്ട് സാധിക്കേണ്ട ചില റിസൾട്ടുകൾ ഒക്കെയാണ് അവിടെ നാം കണ്ടത്. ഇനി അടുത്ത 7 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസുമായിട്ട് ബന്ധപ്പെടുന്ന ചില ആളുകളെ പൗലോസ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ മൊത്തം വായിച്ചാൽ പൗലോസ് ഓരോ സഭയ്ക്കോ ഓരോ വ്യക്തികൾക്കൊക്കെ ലേഖനങ്ങൾ എഴുതുമ്പോൾ മിക്ക ലേഖനങ്ങളും ശ്രദ്ധിച്ചു, നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ ഏതാണ്ട് 100ഓളം ആളുകളെ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുമായിട്ടുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പറയുന്നു. റോമാലേഖനത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒറ്റ അധ്യായത്തിൽ തന്നെ അനേകരുടെ പേരുകൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ തന്നെ ചില ആളുകളുടെ പേര് പറയുന്നുണ്ട്. നമുക്ക് ആ വേഗത്തിൽ ആ ഓരോ ആളുകളെയും കുറിച്ച് വിശദമായ ഓരോ പഠനം നടത്തുന്നത് നല്ലതാണ്. പക്ഷേ ഞാനൊന്ന് സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ സമയം കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നത് കൊണ്ട് ഞാനങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു പോകാം. ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം, പൗലോസ് ഒരു ഒറ്റയാനല്ലായിരുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ അല്ലേ, പൗലോസ് ഒരിക്കലും ഒരു ഒറ്റയാൻ മിനിസ്ട്രി അല്ലായിരുന്നു. പിന്നെ എപ്പോഴും കൂട്ടു സഹോദരന്മാരെ കൂടെ കൂട്ടി അവരെ എൻകറേജ് ചെയ്ത് അവരുടെ സഹായം കൂടെ നേരിട്ട് ചില ലേഖനങ്ങൾ എഴുതുമ്പോൾ പറയുന്നത് എന്താ പറയാമോ, അപ്പോസ്തലനായ പൗലോസായ ഞാനും തിമോത്തിയോസും കൂടെ പറയുന്നത്. പക്ഷെ എഴുതിയത് പൗലോസാ, പക്ഷെ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ തിമോത്തിയോ. ഒരുപക്ഷെ ഡിസ്കസ് ചെയ്ത് കാണും, ചില കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കാണും, അല്ലെ അവർ തമ്മിൽ ഇടപെട്ട കാര്യങ്ങൾ ചിലതൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അവിടെ ആ തിമോത്തിയോസിനോട് ഒരു പങ്ക് കൊടുത്തുകൊണ്ടാണ് ആ കൂട്ടുത്തരവാദിത്വത്തെയാണ് പൗലോസിന്റെ ശുശ്രൂഷയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു നല്ല ആത്മീക സൗഹൃദം പുലർത്തുന്ന ആളായിരുന്നു ആര്? പൗലോസ്. നമ്മുടെ സാധാരണ രീതിയിൽ പറഞ്ഞാൽ പൗലോസ് ആത്മീയനായി മറ്റുള്ളവരുമായി നല്ല കൂട്ടുകെട്ട് നിലനിർത്തുന്ന ഒരാളായിരുന്നു.
പൗലോസിന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ നമ്മൾ ഈ പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് ആത്മീയ ഓരോ നിലകളിൽ അതിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്. ഇവിടെ കുറെ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനതിൽ ചിലരെ ഒന്ന് ഒന്ന് സൂചിപ്പിക്കുക. അതിലൊന്നാമത്തേത് തിഹിക്കോസാണ്. തീക്കോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ മാത്രം ഒന്ന് എടുത്ത് സൂചിപ്പിക്കുകയാണ്. തീക്കോസിനെ കുറിച്ച് പറയുമ്പോൾ പറയുക, എന്റെ അവസ്ഥയൊക്കെ കർത്താവിൽ പ്രിയ സഹോദരനും. അപ്പൊ അവിടെ ഒന്നാമത്തേത് തീക്കോസ് എനിക്കാരാണ്? ബിലവഡ് ടു മീ, അല്ലെ? പ്രിയ സഹോദരൻ. ബിലവഡ് എന്നുള്ള വാക്കാണ് എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹിതരാണ് ഞങ്ങൾ തമ്മിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ സ്നേഹിക്കുന്ന പ്രിയ സഹോദരൻ. അപ്പം തീക്കോസിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് പ്രിയ സഹോദരൻ. രണ്ടാമത്തേത് വിശ്വസ്ത ശുശ്രൂഷകൻ. മൂന്നാമത്തേത് സഹഭൃത്യനായ തീക്കോസ്. അപ്പൊ തീക്കോസിനെ വിശേഷിപ്പിക്കുന്ന 3 വിശേഷണങ്ങൾ. ഇതിൽ പ്രിയ സഹോദരൻ എന്നുള്ളത് വ്യക്തിപരമായി തന്നോടുള്ള ബന്ധത്തിൽ, സഹഭൃത്യൻ എന്ന് പറയുന്നത് തന്നോട് കൂടെ വ്യക്തിപരമായ ഒരു അടുപ്പത്തെ കാണിക്കുന്നു. വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ആ മനുഷ്യനിൽ പൗലോസിന് കാണാൻ കഴിഞ്ഞ സ്വഭാവം, ദൈവവേലയോട് ബന്ധപ്പെട്ട്. നമ്മൾ ഈ തീക്കോസിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചാൽ, ഞാൻ കൂടെ വിശദമായിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് എന്ന് പറഞ്ഞ വായിക്കാനിടയായി. നമ്മൾ പഠിക്കാനറിയാം, തീക്കോസിന്റെ സാഹചര്യം അനുസരിച്ച് പൗലോസിനോടുകൂടെ പോകുകയോ സഹകരിക്കുകയോ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. എന്നാൽ പൗലോസിനോടുകൂടെ തന്റെ യാത്രയിൽ പല സന്ദർഭങ്ങളിൽ സഹകരിക്കുകയും ഈ തീക്കോസ് സുവിശേഷം നിമിത്തം എന്ന് പറഞ്ഞാൽ ഒരളവിൽ പൗലോസിനോടുകൂടെ സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ റിസ്ക് ഏറ്റെടുത്ത് പൗലോസിനോടുകൂടെ ഒക്കെ ചെയ്യാൻ മനസ്സ് കാണിച്ച പൗലോസിന്റെ ശുശ്രൂഷകളിൽ, തന്റെ മിഷണറി യാത്രയിൽ ചില സന്ദർഭങ്ങളിൽ തന്നോടുകൂടെ സഹകരിച്ച, ചില സന്ദർഭങ്ങളിൽ തന്റെ മിഷണറി യാത്രയിൽ ചില പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ചില സ്ഥലങ്ങളിൽ ആക്കിയത് ഈ തീക്കോസിനെ അങ്ങോട്ട് പറഞ്ഞയക്കും. 1-2 സന്ദർഭങ്ങൾ തീത്തോസ് 3:12 നമ്മൾ വായിക്കുന്നുണ്ട്, ക്രേത്തയിലോട്ട് പറഞ്ഞു വിട്ടതായിട്ട്. അതുപോലെ 2 തിമോത്തിയോസ് 4:12 വായിക്കുന്നുണ്ട്, എഫെസോസിലോട്ട് പറഞ്ഞു വിട്ടതായിട്ട്. അങ്ങനെയൊക്കെ തന്റെ മിഷണറി യാത്ര തുടരുമ്പോൾ ഓരോ സ്ഥലത്തുള്ള ചില പ്രത്യേക കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അങ്ങനെ വിടണമെങ്കിൽ ആരെ അറിയുന്നത്? വിശ്വസ്തന്മാരെ വിടുന്നു, അല്ലെ? വിശ്വസ്തന്മാരെ അതിൽപ്പെട്ട ഒരാളായിരുന്നു ആര്? പൗലോസിനോടുകൂടെ സഹകരിച്ചതിൽ വിശ്വസ്തന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളായിരുന്നു ഈ തീക്കോസ്. അപ്പം ഈ 3 പ്രത്യേകതകൾ തീക്കോസിനെ കുറിച്ച് കാണാം. ഈ 3 പ്രത്യേകതകളും വെച്ച് നമ്മൾ വിശദമായിട്ട് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ആ കാര്യം മാത്രം സൂചിപ്പിച്ച് മുമ്പോട്ട് പോവാം. രണ്ടാമത്തെയാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്, നിങ്ങളിൽ ഒരുത്തനായി ഒനേസിമോസ് എന്ന. അവനെക്കുറിച്ച് പറയുമ്പോഴും ഈ 2 പ്രത്യേകതകൾ പറയുന്നുണ്ട്. എന്താ? അവനും എനിക്ക് വിലപെടാം, പ്രിയ സഹോദരനാണ്. വേറെ പലരെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇത് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക, ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിലും പൗലോസിനെ സംബന്ധിച്ച് ഇവർ ക്രിസ്തുവിലുള്ളവരായതുകൊണ്ട് ആരാ? സഹോദരന്മാരെന്ന് മാത്രമല്ല, പിന്നെ ആരാ? പ്രിയ സഹോദരന്മാരാ. നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് ഒരു കാഴ്ചപ്പാടും മനോഭാവവും നമുക്കുണ്ടെങ്കിൽ എത്രയോ നല്ലതാണ്. കുറവുകളുണ്ടായിരിക്കാം, പക്ഷേ അവൻ എന്റെ ആരാ? ഈസ് മൈ ബിലവഡ് ബ്രദർ, പ്രിയ സഹോദരൻ. പൗലോസിന് ആ ഒരു കാഴ്ചപ്പാട് കൂട്ടു സഹോദരന്മാരെ കുറിച്ചുള്ളതാണ്. ഇത് മറ്റു ലേഖനങ്ങളും വായിക്കാൻ നമുക്കിത് ആവർത്തിച്ച് കാണാം. ഈ ഒനേസിമോസിനെ പറയുന്നത് എന്താ? ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഈ ഒനേസിമോസിനെ പരിചയപ്പെട്ടിട്ട് അധികം നാൾ പോലും ആയിട്ടില്ല. ഉണ്ടോ? ഒനേസിമോസ് ആരാൻ നമുക്കറിയാമല്ലോ. ഫിലമോന്റെ ഭവനത്തിൽ നിന്ന് വലിയ കുരുത്തക്കേടും കാണിച്ച് ജയിലിൽ വന്നതാണ്. ഈ ജയിൽവാസത്തിലാണ് പൗലോസ് ആകപ്പാടെ ഈ ഒനേസിമോസിനെ ഒന്ന് പരിചയപ്പെടുന്നത്. ആ പരിചയം ഒനേസിമോസ് വിശ്വാസത്തിലോട്ട് വരാൻ ഇടയായി. പിന്നീട് ഇവിടുന്ന് ഒനേസിമോസിലൂടെ കൂട്ടിയാണ് വിടുന്നത്. അപ്പം സ്വാഭാവികമായി നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ഒനേസിമോസിനെയും ഒരു കത്ത് കൊടുത്തു വിടുന്നുണ്ട്. അതാർക്കുള്ളതാണ്? തന്റെ പഴയ യജമാനുള്ള ഫിലമോനുള്ള കത്ത് കൊടുത്തു വിടുന്നുണ്ട്. പക്ഷെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് പരിചയപ്പെട്ട, ചുരുങ്ങിയ കാലം കൊണ്ട് ആത്മീയ ബന്ധം പുലർത്താൻ ഇടയായ ഈ മനുഷ്യന്, ഈ തീക്കോസ് എന്ന് പറയുന്ന കുറച്ചുനാൾ നിശ്ചയയാത്ര കൂടെ ഉണ്ടായിരുന്നയാളാണ്. ഒരുപക്ഷെ ഒത്തിരി സഹായങ്ങളും കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരൻ എന്ന് പറയാം. ഒനേസിമോസിന് എല്ലാ സഹായം കിട്ടിയിട്ടുണ്ട്. യാത്രയെ കൂടെ കൂടിയിട്ടുണ്ടോ? ഇല്ല. ആകപ്പാടെ ജയിലിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. പരിചയപ്പെട്ട പശ്ചാത്തലം ഏതാണ്?
ഒരു കള്ളൻ അല്ലേ? ഫിലമോന്റെ ഭവനത്തിൽ നിന്ന് കുരുത്തക്കേട് കാണിച്ചാണ് വന്നതാണ്. പക്ഷേ ഇത് ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ചുരുങ്ങിയ കാലം കൊണ്ട് പൗലോസ് അവനെ വിശേഷിപ്പിക്കുന്ന അവൻ ആരാണെന്നാണ്. പൗലോസിന്റെ ആത്മീയ കാഴ്ചപ്പാടാണ് നാം കാണുന്നത്. ഈ ഒനേസിമോസിനെ കൂടെ കൊലോസ്യരോട് ഉദ്ദേശിച്ച് പറയുക, ഇവൻ വന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസമായിരിക്കുമോ? ഒരുപക്ഷെ ഒനേസിമോസ് ചെല്ലുമ്പോൾ ഇവരുടെ ഹൃദയത്തിന് നമ്മൾ ചിന്തിച്ചാൽ ആശ്വാസമാണോ പേടിയാണോ വരാൻ സാധ്യത? ഇങ്ങനെ കേൾക്കാവോ ഹൃദയം? ഇവന് പോകുന്നതിന് മുമ്പ് ആരായിരുന്നു? ചരിത്രമൊക്കെ അവർക്കറിയാം. പേടിയാ വരാൻ സാധ്യത. പക്ഷെ പൗലോസ് എഴുതിക്കൊടുക്കുമ്പോൾ പറയാ, ഇവൻ വന്നാണ് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അവൻ ആശ്വാസമായിരിക്കും. അത് പറയാനൊരു കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അവൻ ഇപ്പമായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും ചുരുങ്ങിയ കാല അനുഭവം കൊണ്ട് പൗലോസിന് മനസ്സിലായി വിശ്വാസത്തിലേക്ക് വന്ന ഒനേസിമോസ്, ക്രിസ്തുവിൽ വന്ന ഒനേസിമോസ് ഇപ്പോൾ എങ്ങനത്തവനാണ്? വിശ്വസ്തനാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഒനേസിമോസിനെ കുറിച്ചും അവിടെ രണ്ട് പ്രത്യേകതകൾ നമ്മൾ കാണുന്നു. ഇനിയും പറയുന്നവരെ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. അടുത്ത് പറയാം, എന്റെ സഹോദരനായ അരിസ്തർഹൂസും പിന്നെ ബർന്നബാസിന്റെ മച്ചുനനായ മർക്കോസും. ഈ അരിസ്തർഹൂസ് എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് രണ്ടു മൂന്ന് പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഒന്ന്, സഹബദ്ധൻ, 11-ാം വാക്യം, കൂട്ടുവേലക്കാർ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 4-ാം വാക്യത്തിൽ എന്റെ സഹയാത്രികൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ അരിസ്തർഹൂസിനെ കുറിച്ച് ഞാൻ ഈ വിശേഷങ്ങളിൽ മാത്രമേ പറയുന്നുള്ളൂ. അത് വെച്ച് പിന്നെ നിങ്ങൾ വേണം ഒരു പഠനം നടത്തിയാൽ നല്ല ആത്മീയ ആലോചനകൾ അതിൽ നിന്ന് ലഭിക്കും. സൂചിപ്പിച്ച് മാത്രം പോവുക. ഈ അരിസ്തർഹൂസിനെ കുറിച്ച് പറയുന്നു, സഹബദ്ധനാണ്, കൂട്ടുവേലക്കാരനാണ്, സഹയാത്രികനാണ്. ഇനി എന്റെ സഹബദ്ധനായ അരിസ്തർഹൂസും പിന്നെ ബർന്നബാസിന്റെ മച്ചുനനായ മർക്കോസും, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് നേരത്തെ അത് നമ്മളും നേരത്തെ ചിന്തിക്കുക അല്ലേ? ഒന്നാമത്തെ മിഷണറി യാത്രയെ കൂടെ പോയിട്ട് ഇട്ടേക്ക് പോയി. പിന്നെ രണ്ടാമത് വരാൻ പൗലോസിന് മടിയായി, ബർന്നബാസ് കൂട്ടിക്കൊണ്ടുപോയി. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ആ മർക്കോസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഈ കൊലോസി ലേഖനം എഴുതുന്ന സമയമായപ്പോൾ മിഷണറി യാത്രയൊക്കെ ചിലതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഈ മർക്കോസ് എവിടെ ഉണ്ട്? മർക്കോസ് പൗലോസിന്റെ കൂടെയുണ്ട്. ഈ മർക്കോസിനെ കുറിച്ചൊരു ബന്ധം പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ഞാനതൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ബർന്നബാസിന്റെ മച്ചുനനായ എന്നവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ മർക്കോസിന്റെ വീടെന്ന് പറയുന്നത് സഭാചരിത്രത്തിലെ ഒരു നിർണായക ഭവനമാണ് അല്ലേ? മർക്കോസിന്റെ അമ്മയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ മാളിക മുറിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഈ മർക്കോസാണ് ഒരു സുവിശേഷ പുസ്തകം എഴുതിയത്. പൗലോസിന്റെ കൂടെ മിഷണറി യാത്ര വരികയും സഹകരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഈ മർക്കോസ് വിശ്വാസത്തിൽ വന്നത് ഒരു പക്ഷേ നമുക്കിങ്ങനെ ചിന്തിക്കാം, പത്രോസിലൂടെ ആയിരിക്കാം. അങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണമുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലൊരു വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 5:18. പൗലോസിന്റെ ഒക്കെ കൂടെ സഹകരിച്ചു. പക്ഷെ വിശ്വാസത്തിൽ വന്നത് പത്രോസിനോടായിരിക്കാമെന്ന് 18 സോറി 8 8ആണോ 8 1 പത്രോസ് എടുത്തേ. സോറി 13 18അല്ല 13, ഏറ്റവും അവസാനത്തെ വാക്യം. സഹപ്രതിയായ ബാബിലോണിലെ സഭയും എനിക്കും മകനായ മർക്കോസ്. പത്രോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ മനസ്സിലാക്കാം, പത്രോസ് ആരുടെ മകനാണ്? സ്പിരിച്വലി ആത്മീയമായി ആരുടെ മകനാണ്? മർക്കോസ് ആരുടെ മകനാണ്? പത്രോസ് പറയാ എന്റെ മകനായ മർക്കോസ്. തിമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ടല്ലോ, എന്റെ പുത്രൻ അല്ലേ, എന്റെ വിശ്വാസത്തിൽ നിജപുത്രൻ എന്ന് പറയുന്നത് പോലെ മർക്കോസിനെ കുറിച്ച് പത്രോസ് പറയാണ് എന്റെ മകനായ. അപ്പൊ ആ ഒരു പ്രയോഗം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മർക്കോസ് ഒരു പക്ഷേ സുവിശേഷം കേട്ടതും രക്ഷിക്കപ്പെട്ടതും പത്രോസിന്റെ ശുശ്രൂഷയിലൂടെ ആയിരിക്കാം. അതിന് സാധ്യത ആ പ്രയോഗം കൊണ്ട്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം മർക്കോസിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. ഈ മർക്കോസിനെ കുറിച്ചൊക്കെ തന്നെ ഒരു പഠനം നടത്താമെങ്കിൽ നല്ല പഠനങ്ങളാണ്, നല്ല ആത്മീയ ചിന്തകൾ വളരെ നമുക്ക് കിട്ടും. ഇനി താഴോട്ട് വരുമ്പോൾ വേറൊരാളുടെ പേര് പറയാം, യുസ്തോസ് എന്ന് പറയുന്ന യേശു. അപ്പൊ ഇപ്പം കൂടെയുള്ള ചിലരുടെ പേര് പറയുന്നേ ഉള്ളൂ. ഈ യുസ്തോസ് എന്ന് പറയുന്ന യേശു എന്ന് പറയുന്നത് ആരാണ് കൂടുതൽ വിശദീകരണം ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് ആ പേരെങ്ങനെയുണ്ട് അതങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാണ്. പിന്നെ വേറൊരാളെ കുറിച്ച് 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആ 12-ഉം 13-ഉം വാക്യങ്ങളിൽ ഒരു എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നുണ്ട്. എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട് വിശ്വസ്തനാണ്. എപ്പഫ്രാസിനെ കുറിച്ച് 1-ാം അധ്യായം ചിന്തിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് കണ്ടതാണ്, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. 1-ാം അധ്യായത്തിലും ഇവിടെ 4-ാം അധ്യായത്തിലും ഫിലമോന്റെ ലേഖനത്തിൽ ഒരു വാക്യവും ആകെ 3 എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നു. താൻ ചെയ്ത ശുശ്രൂഷകളെ കുറിച്ച് വിശ്വസ്ത ശുശ്രൂഷയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അതുകൊണ്ട് അതും അവിടെ നിർത്തട്ടെ. പിന്നെ പറയുന്ന ഒരാളാണ്, എപ്പഫ്രാസ് കഴിഞ്ഞ് പറയുന്ന ഒരാളാണ് 14-ാമത്തെ വാക്യത്തിൽ വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഈ ലൂക്കോസ് ഏതാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാവരും യഹൂദന്മാരാണ്. ഈ പേര് പറഞ്ഞിരിക്കുന്നവരെല്ലാം ഇവിടെ പറയാം. അരിസ്തർഹൂസ് ആകട്ടെ, മർക്കോസ് ആകട്ടെ, യുസ്തോസ് യേശു ആകട്ടെ, ഇവരെല്ലാം. പക്ഷേ ഈ ലൂക്കോസ് ആണ്. ലൂക്കോസിൽ ജാതിയല്ല. പക്ഷെ നമുക്കറിയാം ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ലൂക്കോസിന്റെ പ്രൊഫഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? വൈദ്യനായ പ്രിയ ലൂക്കോസ്. ഈ ലൂക്കോസാണ് സുവിശേഷം എഴുതിയത്, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം എഴുതിയത്. അപ്പൊ ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് സൂചിപ്പിച്ചിട്ടുള്ള ചുരുക്കം ചില സുഹൃത്തുക്കളിൽ 2 പേര് ലേഖനം എഴുതുന്നത് സുവിശേഷം എഴുതാൻ ഉപയോഗിക്കപ്പെട്ടവരാണ്. മർക്കോസ് ഒരു സുവിശേഷം, ലൂക്കോസ് ഒരു സുവിശേഷം. ലൂക്കോസ് സുവിശേഷം മാത്രമല്ല, ഒരു ചരിത്ര പുസ്തകവും കൂടെ, ഒരു നല്ല ഹിസ്റ്റോറിയൻ കൂടിയായിരുന്നു, ചരിത്രകാരൻ കൂടിയായിരുന്നു. ലൂക്കോസിന്റെ ചരിത്ര പുസ്തകത്തിലൂടെയാണല്ലോ നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രം കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് he was a doctor, not only that, he was a historian. ആ നിലയിൽ ലൂക്കോസിനെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരാള്, അത് ഫിലമോന്റെ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്, ഈ അർഹിപ്പാസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച്. അർഹിപ്പാസിനോട് പറയണം, കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറയാൻ. ഒരുപക്ഷെ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക, ഉടനെ എഴുതിയിട്ടില്ല. അർഹിപ്പാസിനെയും ചില ശുശ്രൂഷകൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അർഹിപ്പാസിനും ബോധ്യമുണ്ട്, പൗലോസിനും അറിയാം, സഭയ്ക്കും അറിയാം. പക്ഷെ പുള്ളി വേണ്ട പോലൊന്നും അങ്ങോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയാം, അവനോട് പ്രത്യേകം പറയണം, ഏൽപ്പിച്ച ശുശ്രൂഷ ഫുൾഫിൽ ചെയ്യണം, നിവർത്തിക്കണം, അതിന് ശ്രദ്ധിക്കണമെന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പൗലോസുമായിട്ട് സഹകരിച്ച മിക്കവരുടെയും പേരുകൾ പറഞ്ഞു. അതിൽ ഒരു പേര് ഞാൻ ഇടയ്ക്കൊന്ന് വിട്ടത് ഇപ്പൊ എടുത്തു പറയുക, ദേമാസ്. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഈ ദേമാസിനെ കുറിച്ച് ഇതെഴുതുന്ന സമയത്ത് പൗലോസിന്റെ കൂടെ ഉണ്ട് ഒരു നല്ല സഹോദരനാണ്. പക്ഷേ പിന്നെ നമ്മൾ ദേമാസിനെ കുറിച്ച് വായിക്കുന്നത് എന്താണെന്നറിയാം? ആകെ 3 സ്ഥലത്താണ് ദേമാസിനെ കുറിച്ച് പറയുന്നത്. ഫിലമോന്റെ ലേഖനം 24-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ പൗലോസ് പറയുമ്പോൾ എന്റെ കൂട്ടുവേലക്കാരൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ദേമാസിന്റെ പേര് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. തന്നോടുകൂടെ ഉണ്ടായിരുന്ന ഈ വിശ്വാസികൾക്ക് വന്ദനം ചെല്ലുന്ന ഒരു സഹോദരൻ. അപ്പൊ പൗലോസിന്റെ ഒരു കൂട്ടുവേലക്കാരനാണ്. പൗലോസിന്റെ കൂട്ടുവേലക്കാരനായി നിൽക്കുന്ന, പൗലോസിനോടൊപ്പം സഹകരിക്കുന്ന, ഈ കൊലോസ്യ ലേഖനം എഴുതുമ്പോഴും ഒരു നല്ല സഹോദരനായി തുടരുന്ന ദേമാസ്. പക്ഷേ പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാന സമയമായപ്പോൾ ദേമാസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ച് 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 4:10. വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. 10-ാം വാക്യം, ദേമാസ് മതി. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. വളരെ വേദനയോടെ അവിടെ എഴുതുന്നത്, എന്നെ വിട്ടുപോയി. എന്റെ കൂട്ടുവേലക്കാരനായി പല സന്ദർഭങ്ങളിലും എന്നോട് കൂടെ ഉണ്ടായിരുന്നയാളാണ്. പക്ഷെ അവനിപ്പോ എന്നെ വിട്ടുപോയി. ആ വിട്ടുപോകാൻ കാരണമല്ല, വിട്ടുപോകാനുള്ള കാരണം അവിടെ എഴുതിയിട്ടുണ്ടല്ലോ ആ വാക്യം, ഈ ലോകത്തെ സ്നേഹിച്ചിട്ട്.
ഇത്രയും സഹോദരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ ദേമാസിനെ കുറിച്ചും നല്ലത് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ പിന്നീട് ആ ദേമാസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് വിട്ടുപോയി, തെസലോനിക്കയിലേക്ക് പോയി, ഈ ലോകത്തെ സ്നേഹിച്ചത് പെട്ടെന്നുണ്ടായതായിരിക്കുമോ ലോകസ്നേഹം. അപ്പൊ ഈ കൊലോസ്യയിലിരിക്കുമ്പോഴും പൗലോസിന്റെ കൂടെ സഹകരിക്കുമ്പോഴും ഒക്കെ ആത്മീയനായി നടക്കുമ്പോഴും ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഈ ലോകസ്നേഹം ഒന്ന് പെട്ടെന്ന് വിട്ടുപോകുക എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, അത് ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പൗലോസ് ഈ കൂടെ ഒക്കെ നടക്കുമ്പോഴും ദേമാസി ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ സഹകരിക്കുമ്പോഴും തന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ലോകസ്നേഹം കിടക്കുന്നു. പറയട്ടെ, അതവിടെ കിടന്നതുകൊണ്ട് പിന്നെ വന്നപ്പോൾ അവനെന്തി വിട്ടിട്ട് പോകേണ്ടി വന്നു. ലോകസ്നേഹം അത് നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം, അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. ഇങ്ങനെ ചില ആളുകളുടെ ജീവിതവും അവരുടെ ചില ശുശ്രൂഷകളും, എന്നാൽ അതിൽ നിന്ന് ദേമാസിനോട് ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പും തന്ന് നമുക്ക് ഈ ഭാഗങ്ങളുടെ അവസാനിപ്പിക്കാം. 18-ാമത്തെ വാക്യം പൗലോസ് അവസാനത്തെ വാക്യം കൂടി എഴുതി. ഞാൻ എന്നെ ഒപ്പുകൂടിച്ചതാണ് അവസാനിപ്പിക്കുക. പൗലോസായ എന്റെ കയ്യാലെ വന്നത് എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊണ്ടാണ്. അടുത്തതാണ് പൗലോസിന്റെ ഒപ്പ്, ആ സിഗ്നേച്ചർ. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അതെന്താ? നമ്മൾ മുഖവുര പഠിച്ചപ്പോൾ തന്നെ ഞാൻ വിശദമാക്കിയതാണ്. തെസലോനിക്ക ലേഖനത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനൊരു വാചകം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നു. അത് പൗലോസാണ് എഴുതിയെന്നുള്ളതിന്റെ തെളിവാണ്. പൗലോസിന്റെ സിഗ്നേച്ചർ എന്റെ സ്വന്തം കയ്യാൽ, ആ സിഗ്നേച്ചറോട് ഇട്ടാണ് പൗലോസ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കൊലോസ്യ ലേഖനത്തിൽ ഉപദേശപരമായ അനേക കാര്യങ്ങൾ പൗലോസ് പഠിപ്പിച്ചു. പ്രായോഗിക ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന നിരവധി ആലോചനകളും തന്ന ഒരു ചെറിയ ലേഖനം, 4 അധ്യായങ്ങൾ മാത്രമാണ്. നിരവധി ആത്മീയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ആ കൊലോസ്യ ലേഖനത്തിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കടന്നുപോയത് തുടർന്ന് അനുഗ്രഹത്തിന് തന്നെ ദൈവം കാരണമാക്കി തീർക്കട്ടെ. ഈ 4-ാം അധ്യായത്തിലെ വലിയ വിശദീകരണത്തിന് നാം ശ്രമിക്കില്ല. ആ പേരുകളും അവരോട് ബന്ധപ്പെട്ടും ഒക്കെ സൂചിപ്പിച്ചു പോയതേ ഉള്ളൂ. പിന്നീട് വിശദമായിട്ട് പഠിക്കാനും അതൊരു പ്രചോദനമാക്കി തീർക്കട്ടെ. ആ പ്രാർത്ഥനയോടെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം